ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിന് ചാനലിലേക്ക് സ്വാഗതം. ഡ്രാഗൺ എന്ന് പറഞ്ഞാൽ പ്രദീപ് രംഗനാഥ് അഭിനയിക്കുന്ന പടത്തിൽ നിന്ന് ഫസ്റ്റ് സിംഗിൾ വരാൻ പോകണം. അപ്പോൾ അതിൻ്റെ പ്രൊമോ ഒന്ന് പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അനിരുദ്ധാണ് പാട്ട് പാടിയിട്ടുള്ളത്. ലിയോൺ ജെയിംസ് ആണ് പടത്തിന് മ്യൂസിക് ചെയ്യുന്നത്. എന്തായാലും പാട്ടിൻ്റെ പ്രൊമോ ഒന്ന് കിട്ടും. പാട്ട് എന്നിരുന്നുള്ള അതിലറിയാം. പിന്നെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ടോവിനോ തോമസിൻ്റെ പടം IMDbയിൽ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ഇന്ത്യൻ ഫിലിംസിൽ ഫസ്റ്റ് ആയിട്ടുണ്ട്. 29.6% കിട്ടിയിട്ടുള്ളത്. രണ്ടാം സ്ഥാനത്താണ് ഗെയിം ചേഞ്ചറൊക്കെ 15.8% ആയിട്ട്. പിന്നെ പടത്തിൻ്റെ UAEയിലത്തെ തിയേറ്റർ ലിസ്റ്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അതേമാതിരി ഒമാൻ, ഖത്തർ, ബഹ്റൈൻ ഇവിടുത്തെ കാണിക്കുന്നുണ്ട്. കുവൈത്ത്, KS ഇവിടുത്തെ കാണിക്കുന്നുണ്ട്. പിന്നെ പടത്തിന് ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. പടം നാളെ റിലീസിനെത്തുന്നത്. പടത്തിന്റെ ട്രെയിലർ നല്ല പ്രോമിസിംഗ് ആയിരുന്നു. പടം ഗംഭീരമാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ തീരുമാനിക്കും എന്ന് പറഞ്ഞ അടുത്തിലത്തെ 50 മൊഴി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊമോ സോങ് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ സ്ക്വിഡ് ഗെയിം 3 വരുന്നുണ്ട് 2025. സ്ക്വിഡ് ഗെയിം 2 പുറത്തിറങ്ങിയിരുന്നു. അതിൻ്റെ ഒരു 3 എപ്പിസോഡ് വരെ കണ്ടു തീർത്തിട്ടുള്ളൂ. 4ാമത്തെ എപ്പിസോഡ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് റിവ്യൂ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതുവരെ സീരീസ് ഓക്കെയാണ്. എന്തായാലും സ്ക്വിഡ് ഗെയിം 3 ലിയോനാർഡോ ഡികാപ്രിയോ ഉണ്ടാവും എന്നുള്ള പറഞ്ഞ് കേൾക്കുന്നുണ്ട്. വരുമെന്നുള്ള ഉറപ്പൊന്നുമില്ല, എന്തായാലും അങ്ങനെ കേൾക്കുന്നുണ്ട്. പിന്നെ ഡാക്കു മഹാരാജ് എന്ന് പറഞ്ഞ പടത്തിലത്തെ ചിന്നി എന്ന് പറഞ്ഞ പാട്ട് പുറത്തിറങ്ങിയിരുന്നു. അത് 3 മില്യൺ+ വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് ന്യൂ ഇയർ ആയിട്ട് പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് വന്നു. അതേമാതിരി ഡിറ്റക്റ്റീവ് ഉജ്ജലൻ എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഹാപ്പി ന്യൂ ഇയർ 2025 എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റ് വന്നു. പിന്നെ ഹിറ്റ് ദ തേർഡ് കേസ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഇതൊരു ഗംഭീര പോസ്റ്റ് ആയിട്ടാണ് തോന്നിയത്. ഞാൻ എന്തെങ്കിലും അഭിനയിക്കുന്നത്. പിന്നെ ഓഹോ എന്താൻ ബേബി എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് ഹാപ്പി 2025 എന്ന് പറഞ്ഞ പോസ്റ്റ് വന്നു. പിന്നെ ലൈല എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഹാപ്പി ന്യൂ ഇയർ പോസ്റ്റ് വന്നു. പിന്നെ 8 വസന്തിലു എന്ന് പറഞ്ഞ പടത്തിന്റെ ടീസർ 1 വരും എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. ഇത് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെയാണ് അവർ പുറത്തിറക്കിയിട്ടുള്ളത്. പിന്നെ വരുന്നാൻ ഗോഡ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞ പടത്തിന് ഹാപ്പി ന്യൂ ഇയർ പോസ്റ്റ് വന്നു. അതേമാതിരി ജി എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഹാപ്പി ന്യൂ ഇയർ പോസ്റ്റ് വന്നിട്ടുണ്ട്. ദോജി എന്ന് പറഞ്ഞിട്ടുള്ള പവൻ കല്യാൺ പടമല്ല, ഇത് വേറെ പടമാണ്. ഷൂട്ട് പടത്ത് തുടങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ സെൽവരാഗ എടുക്കുന്ന ഒരു പടം 7G റെയിൻബോ കോളനി 2 എന്ന് പറഞ്ഞ പടത്തിന് ഫസ്റ്റ് ലുക്ക് പുറത്തിട്ടിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഫസ്റ്റ് ലുക്ക് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു പോസ്റ്റർ എന്ന് പറയാൻ പറ്റുള്ളൂ. ആൾക്കാരുടെ മുഖമൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ മദ്രാസ്കാരൻ എന്ന് പറഞ്ഞിട്ടുള്ള സൈനികത്തിന്റെ പടം, ആ പടത്തിൽ നിന്ന് ഹാപ്പി ന്യൂ ഇയർ പോസ്റ്റർ വന്നിട്ടുണ്ട്. എന്തായാലും പടം ജനുവരി 10 എന്ന് വെച്ചാൽ ഈ വരുന്ന 10 2025 പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. സൈനികത്തിന്റെ ആദ്യത്തെ തമിഴ് പടമാണ്. പിന്നെ ബറസ് എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് ഹാപ്പി ന്യൂ ഇയർ പോസ്റ്റർ വന്നു. പിന്നെ ഒബാമ അയ്യോ രാമ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൽ നിന്ന് ന്യൂ ഇയർ പോസ്റ്റർ വന്നിട്ടുണ്ട്. അതേമാതിരി രാജാക്കളി എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ന്യൂ ഇയർ പോസ്റ്റർ വന്നു. പിന്നെ ചെന്നൈ സിറ്റി ഗാങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് ഹാപ്പി ന്യൂ ഇയർ പോസ്റ്റർ വന്നു. പിന്നെ കലിയുഗം എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ന്യൂ ഇയർ പോസ്റ്റർ വന്നിട്ടുണ്ട്. അതേമാതിരി റോബിൻ ഹുഡ് എന്ന് പറഞ്ഞിട്ടുള്ള നിതിനും ശ്രീലീല അഭിനയിക്കുന്ന പടത്തിൽ നിന്ന് ന്യൂ ഇയർ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഹാപ്പി 2025 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ റെട്ടത്തല എന്ന് പറഞ്ഞിട്ടുള്ള അരുൺ വിജയന്റെ പടത്തിൽ നിന്ന് ന്യൂ ഇയർ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ദിൽറൂബ എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ന്യൂ ഇയർ പോസ്റ്റർ വന്നിട്ടുണ്ട്. അതിന്റെ ടീസർ ജനുവരി 3 എന്നുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട്. പടം ഫെബ്രുവരിയിലാണ് റിലീസാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് 2025 എന്ന് വെച്ചാൽ അടുത്ത മാസം. പിന്നെ സരംഗപ്പനി ജാതകം എന്ന് പറഞ്ഞിട്ടുള്ള പടം, ആ പടത്തിൽ നിന്ന് ഹാപ്പി ന്യൂ ഇയർ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഹാപ്പി ന്യൂ ഇയർ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇതൊരു നല്ല പോസ്റ്റർ ആയിട്ടാണ് തോന്നിയത്. ഒരു പ്രത്യേക വർക്ക് പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ടൈം പ്രൊഡക്ഷൻ മൂവീസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് പ്രൊഡക്ഷൻ നമ്പർ 1 അനൗൺസ്മെന്റ് ഉണ്ടാകുന്നുള്ള പറഞ്ഞിരുന്നു. അത് വന്നിട്ടുണ്ട്. ട്രോമ എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ വല്ല എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഹാപ്പി ന്യൂ ഇയർ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഐസ് എന്ന് പറഞ്ഞിട്ടുള്ള വിജയ് സേതുപതി മെയിൻ കഥാപാത്രമായിരുന്നു പടം. യോഗി ബാബു ഉണ്ട് പടത്തിൽ. ആ പടത്തിന്റെ ഹാപ്പി ന്യൂ ഇയർ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ 11 എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഹാപ്പി ന്യൂ ഇയർ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ റിംഗ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഹാപ്പി ന്യൂ ഇയർ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇത് ജനുവരി 2025 പുറത്തിറങ്ങാനുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ മൈ 3 മൂവീസ് എന്നുള്ള രീതിയിലും, മൈ 3 മൂവി മേക്കേഴ്സ് അല്ല, ഇത് മൈ 3 മൂവീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനി അതിൻ്റെ പ്രൊഡക്ഷൻ നമ്പർ 1 അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനും ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നിട്ടുണ്ട്. ഈ പ്രൊഡക്ഷൻ നമ്പർ 1 അനു മാനുവൽ, ശിവ കടുകുരി, വെനല കിഷോർ, വിവാഹ ഹർഷ എന്ന് പറഞ്ഞിട്ടുള്ള ആളൊക്കെയാണ് അഭിനയിക്കുന്നത് മെയിനായിട്ട്. ആൻഡ്രൂ ബാബു എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് പടം എഴുതിയിട്ടുള്ളൂ, ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നു. പിന്നെ തെലുസു കട എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഹാപ്പി ന്യൂ ഇയർ പോസ്റ്റർ വന്നു. പിന്നെ അസ്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന് ഹാപ്പി ന്യൂ ഇയർ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഈ പടം ഫെബ്രുവരി 21 റിലീസാകുക എന്നുള്ള അറിയിച്ചിട്ടുണ്ട് അടുത്ത മാസം. പിന്നെ റാപ്പോ 22 റാംപത്തിൻ്റെ 22ാമത്തെ പടത്തിൽ നിന്ന് ഒരു അപ്ഡേറ്റ് വരുമെന്ന് പറഞ്ഞിരുന്നു. അത് വേറെ ഒന്നല്ല, ഭാഗ്യശ്രീ ബോർസെ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഈ പടത്തിൽ അഭിനയിക്കുന്ന നായികയാണ്. അത് ആളുടെ പേര് മഹാലക്ഷ്മി എന്നുള്ളതാണ് അറിയിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്ററാണ്. എന്തായാലും ഹാപ്പി ന്യൂ ഇയർ പോസ്റ്റർ ആയിട്ട് ഞാൻ ഇറക്കിയിട്ടുള്ളത്. പിന്നെ മിസ്റ്റർ ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് ഹാപ്പി ന്യൂ ഇയർ പോസ്റ്റർ വന്നു. അതേമാതിരി സംക്രാന്തി വസ്തുന എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഹാപ്പി ന്യൂ ഇയർ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇത് ഈ ജനുവരി 14 റിലീസാവുന്നത്. പിന്നെ ഫയർ എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഹാപ്പി ന്യൂ ഇയർ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ പരാത എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്നും ഹാപ്പി ന്യൂ ഇയർ പോസ്റ്റർ വന്നിട്ടുണ്ട്. ടീച്ചർ പടുത്ത് വരും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ അനുപമ പരമേശ്വരന് ദർശനെയാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ മാഡ് സ്ക്വയർ എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഹാപ്പി ന്യൂ ഇയർ പോസ്റ്റർ വന്നു. പക്ഷേ ഈ ന്യൂ ഇയർ പോസ്റ്ററിലൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോസ്റ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ കാണിച്ചിട്ടുള്ള റെട്രോ എന്ന് പറഞ്ഞ പടത്തിൻ്റെയാണ്. ഒരു ഗംഭീര സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്ന് വെച്ചാൽ സൂര്യ 44 എന്ന് പറഞ്ഞ പടത്തിന്റെ പേരാണ് റെട്രോ എന്നുള്ളത്. അതിന്റെ പോസ്റ്ററാണ് കാർത്തിക് സുബരാജ് എടുക്കുന്ന പടം. ഇതിൽ തന്നെ സൂര്യയുടെ ആ സ്വാഗും സംഭവങ്ങളൊക്കെ വേറെ ലെവലായിട്ടുണ്ട്. എന്തായാലും ഈ പോസ്റ്റാണ് ഹാപ്പി ന്യൂ ഇയർ പോസ്റ്റേഴ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട്. ഇനി കുറേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അതൊക്കെ ആക്കാമെന്ന് കഴിഞ്ഞാൽ രാത്രി വീഡിയോ ഇടേണ്ടി വരും. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഞാൻ ചെയ്യുന്നത്. ഇനി വന്നു കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് ഇടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എൻ്റെ വക. പിന്നെ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. 2024 ഇയർ ഓഫ് സിനിമാറ്റിക് സ്പ്ലെൻഡർ എന്ന് പറഞ്ഞിട്ട്, എന്ന് വെച്ചാൽ ഈ വർഷം എടുത്ത പടങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. ടർബോ, ബ്രഹ്മേകം, അബ്രാം ഓസ്ലർ, നടിഗർ, സ്വർഗം, പെരുമാണി, അന്വേഷിപ്പിൻ കണ്ടെത്തും, താനാര, ഗുമസ്തൻ, പിന്നെ സർബോള അറബിക്കലിന്റെ വെർഷൻ. ഇതൊക്കെയാണ് അവർ 2024 എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അടി കൊടുത്തിട്ടുണ്ട് 2025 മോർ സിനിമാറ്റിക് മാജിക് എവൈറ്റ്സ് എന്നുള്ളത്.
അതിൽ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ഫേഴ്സിൻ്റെ കൊടുത്തിട്ടുണ്ട്, പിന്നെ ബസൂക്കല കൊടുത്തിട്ടുണ്ട്, ആലപ്പുഴ ജിംഖാൻ്റെ കൊടുത്തിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ഒക്കെ വരെ തന്നെയാണ് എടുക്കൽ. എന്തായാലും വിനായകനും മമ്മൂട്ടിയും ജിതിൻ കെ ജോസ് മൂവി ഉണ്ട്, അതും വരെ തന്നെ ആയിരിക്കും കൊടുക്കേണ്ടാവുക. പക്ഷേ അതിൻ്റെ ടൈറ്റിൽ അനൗൺസ് ചെയ്യാത്തതുകൊണ്ടും പോസ്റ്ററൊന്നും ഇറങ്ങാത്തതുകൊണ്ടാണ് ഇതിൽ കൊടുക്കാത്തത്. പിന്നെ MMN വേറെ ആരെങ്കിലും എടുക്കാനാണ് ചാൻസ്, കാരണം ഒരു വലിയ ബഡ്ജറ്റിൽ വരുന്നതാണ്. ഇവരെടുക്കുമോ എന്നുള്ള അറിയില്ല. പിന്നെ ഹരിഹര വീരമല്ലം എന്ന് പറഞ്ഞിട്ടുള്ള പടം മാർച്ച് 28 റിലീസാകുക എന്നുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പവൻ കല്യാൺ പടമാണ്. ആ പടത്തിലത്തെ ഫസ്റ്റ് സിംഗിൾ വരാൻ പോവാണ്. മാട്ട വെനിലി എന്നാണ് പാട്ടിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. ജനുവരി 6 9/6 രാവിലെയാണ് പാട്ട് പുറത്തിറങ്ങുക. പിന്നെ മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കിച്ച സുദീപ് അഭിനയിക്കുന്ന പടം. പടത്തിന് നല്ല അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അഭിപ്രായത്തിൽ വ്യത്യാസമൊന്നുമില്ല, ഇപ്പോഴും അങ്ങനെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ അങ്ങനെ കേൾക്കുന്ന കാര്യമാണ് പറഞ്ഞത്. എന്തായാലും അതിൻ്റെ 6 ദിവസത്തെ കളക്ഷൻ 85.42 കോടിയാണെന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. 2024 കന്നഡ ഫിലിംസിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ പടം മാക്സായി മാറിയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ചിദംബരം മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ പടത്തിന് ശേഷം അടുത്തായി ചെയ്യാൻ പോകുന്നത് ഹിന്ദിയിൽ ഉള്ള ഒരു പടം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗാങ്സ്റ്റർ ഫിലിം ആയിരിക്കും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കണുള്ളൂ. അതുകൊണ്ട് കൂടുതലൊന്നും അവർ വെളിപ്പെടുത്തിയിട്ടില്ല. അത് ചിദംബരം തന്നെയാണ് കൺഫേം ചെയ്തിട്ടുള്ളത് ഹിന്ദിയിലെ ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ ഡുവിൻ സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ പ്രൊഡക്ഷൻ നമ്പർ 1 കാർത്തി ഇന്ന് രാവിലെ 11 മണിക്ക് പുറത്തിറക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് വന്നിട്ടുണ്ട്. 10 hours എന്നാണ് പടത്തിന് പേര് കൊടുത്തിട്ടുള്ളത്. CB സത്യരാജ് എന്ന ആളാണ് പടത്തിൽ അഭിനയിക്കുന്നത്. ഈ പടം പൊങ്കലിനാണ് റിലീസാവുന്നത്, ഈ മാസം തന്നെ. ഇപ്പോഴാണ് എന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് ലുക്കൊക്കെ ഇറക്കുന്നത്. എന്താണെന്നുള്ള അറിയില്ല. ഇളയരാജ കലിയ പെരുമാൾ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് പടം എടുക്കുന്നത്. എന്തായാലും കണ്ടിട്ട് കൈദിയുടെ പോലത്തെ ഒരു ലുക്കൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ റീമേക്കൊന്നും ആവില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും ഒരു രാത്രിയിൽ നടക്കുന്ന സംഭവം എന്നുള്ള ഒരു തോന്നലുണ്ട്. ഞാൻ എന്തായാലും ടീച്ചർ ട്രെയിലർ എന്തായാലും വരട്ടെ. പിന്നെ രേഖാചിത്രം എന്ന് പറഞ്ഞിട്ടുള്ള ആസിഫലിൻ്റെ പടം ജോഫിൻ ടി ചാക്ക് കൊടുക്കുന്ന പടമാണ്. ദ പ്രീസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മമ്മൂട്ടിയുടെ പടത്തിന് ശേഷം. എന്തായാലും ആ പടത്തിന് UAR സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ റൺ ടൈമായി പറഞ്ഞു കേൾക്കുന്നത് 2 മണിക്കൂറും 19 മിനിറ്റാണ്. UAE ബുക്കിംഗ് ഒക്കെ ഇപ്പോൾ ഓപ്പൺ ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വണങ്ങാൻ എന്ന് പറഞ്ഞാൽ അരുൺ വിജയ പടത്തിൻ്റെയും ഒരു ന്യൂ ഇയർ പോസ്റ്റർ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ കാണിക്കാൻ മറന്നതാണ്. എന്തായാലും ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഹാപ്പി ന്യൂ ഇയർ 2025 എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നിട്ടുണ്ട്. ഈ പോസ്റ്റർ നമ്മൾ മുന്നേ കണ്ട പോസ്റ്റർ തന്നെയാണ്. എന്തായാലും ഇതിൻ്റെ വേറെ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. വേറെ ഒന്നല്ല, ഇതിൻ്റെ ട്രെയിലർ 2 എന്ന് വെച്ചാൽ നാളെ 5/4 പുറത്തിറങ്ങുന്നുള്ളത്. എന്തായാലും അതിലും കൊടുത്തിട്ടുണ്ട് ഹാപ്പി ന്യൂ ഇയർ എന്നുള്ളത്. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ പോസ്റ്റർ ഇതാണ് വിത്ത് ട്രെയിലറിൻ്റെ അനൗൺസ്മെൻറ്റ്. അപ്പോൾ ട്രെയിലർ എന്തായാലും നാളെ 5/4 കിട്ടും. കാർത്തിക് സുബ്രാജാണ് പടത്തിന്റെ കഥ എഴുതിയിട്ടുള്ളത്. സ്ക്രീൻ പ്ലേയും കാര്യങ്ങളും ശങ്കറാണ് ചെയ്തിട്ടുള്ളത്. ആളുടെ കുറച്ച് സംഭവങ്ങളും കുത്തി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പടം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കണ്ടന്നെ അറിയണം. ട്രെയിലർ വന്നാലും ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ SSMP 29 സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബുവിന്റെ SS രാജമൗലി എടുക്കുന്ന പടം. ആ പടത്തിന്റെ പൂജ നാളെ നടക്കുന്നുള്ളതാണ് കേൾക്കുന്നത്. അത് രാവിലെ 10 മണിക്കാന്നുള്ളതൊക്കെ കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ അതിന്റെ അനൗൺസ്മെന്റ് അല്ലെങ്കിൽ വീഡിയോസ് അങ്ങനെ വല്ലതും വരാനുള്ള ചാൻസസ് ഉണ്ട് നാളെ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. കാരണം രാജമൗലിയുടെ ഒരു അനൗൺസ്മെന്റ് വീഡിയോ എന്ന് പറയുമ്പോൾ കുറച്ച് വലിയ സ്കെയിലിൽ തന്നെയാണ് അവർ ചെയ്യൽ. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ വിടാമുറിച്ച് എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് വരുന്നുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ന്യൂസും കേട്ടായിരുന്നു അത് നീട്ടി വെക്കുന്നുള്ളത്. അപ്പോൾ അതേപോലെയാണ് സംഭവിച്ചിട്ടുള്ളത്. പടം നീട്ടി വെച്ചിരിക്കുകയാണ്. ലൈക്ക പ്രൊഡക്ഷൻസ് ഒരു ലെറ്റർ ഇട്ടിട്ടുണ്ട്, വിഷിങ് എവരി വൺ എ ഹാപ്പി ജോയ്സ് ന്യൂ ഇയർ എന്നുള്ളത്. അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് ഡ്യൂ ടു അൺഅവോയ്ഡബിൾ സർക്കംസ്റ്റൻസസ് അവർ ഫിലിം വിടാമുയർച്ചി വിൽ നോട്ട് ബി റിലീസിംഗ് ഓൺ പൊങ്കൽ ഡേ എന്നുള്ളത്. എന്നുവെച്ചാൽ പൊങ്കലിന് പടം റിലീസ് ആവില്ല, വേറെ ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നത് ജനുവരി ലാസ്റ്റിലൊക്കെ ആകുമ്പോഴത്തേനും റിലീസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ ഫെബ്രുവരിക്ക് അത്രയുള്ള ചാൻസസ് ഉണ്ട്. എന്തായാലും അതിൻ്റെ ട്രെയിലർ ഒന്നും ഇപ്പോൾ അടുത്ത് പ്രതീക്ഷിക്കേണ്ട. പിന്നെ ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞിട്ട് ഇനി ഉണ്ണിമന്തൻ്റെ ഇറങ്ങാനുള്ള ഒരു പടമുണ്ട്. ആ പടത്തിൻ്റെ റിലീസ് ഫെബ്രുവരി 14 അല്ലെങ്കിൽ ഫെബ്രുവരി 21 ആവും എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ മാർക്കം എന്ന് പറഞ്ഞ പടത്തിൻ്റെ 12 ദിവസത്തെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലത്തെ കളക്ഷൻ 8.12 കോടി ആയിട്ടുണ്ട്. പിന്നെ വേൾഡ് വൈഡ് ആയിട്ട് ഈ പടം 70-75 കോടിയുടെ അടുത്ത് കളക്ഷൻ എത്തി എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും പടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ന്യൂ ഇയർ പോസ്റ്റർ ഇട്ടുണ്ട്. എന്തായാലും ഈ പോസ്റ്ററിനെ കുറിച്ചിട്ടുള്ള സ്പോയിലറൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും ഇതൊരു ഗംഭീര സംഭവം തന്നെയായിരുന്നു പടത്തിൽ. പിന്നെ പടത്തിലത്തെ ഒരു ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്, യുക്തി തരേജയുടെ പേര് മറിയ എന്നുള്ളതെന്ന് അറിയിച്ചുകൊണ്ട്. പിന്നെ സ്പിരിറ്റ് എന്ന് പറഞ്ഞ പടം ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു സ്റ്റൈലിഷ് പടമായിട്ട് റെഡിയാക്കാനാണ് സന്ദീപ് റെഡ്ഡിവാങ്ക നോക്കണമെന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്തായാലും ഒരു പോലീസ് ത്രില്ലർ സ്റ്റോറി രീതിയിലാണ് പടത്തിൻ്റെ കഥ പോണത്. കുറേ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ആൾക്കാരും ഈ പടത്തിൽ അഭിനയിക്കും എന്നുള്ളത് കേൾക്കുന്നുണ്ട്. അതിലിപ്പോൾ ഒന്ന് കേട്ടാലും നമ്മൾ ഡോൺലി ഉണ്ടാവും എന്നുള്ളത് അത് ഏകദേശം കൺഫേം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ബബ്ബ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഫോട്ടോ ഇട്ടായിരുന്നു, അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പടത്തിൻ്റെ ഒരു അപ്ഡേറ്റ് 1/1/2025 എന്ന് വെച്ചാൽ ഇന്ന് 12 മണിക്ക് ഉറങ്ങുന്ന സമയത്ത് ഉണ്ടാവും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നിട്ടുണ്ട്. വേറെ നല്ലൊരു പോസ്റ്ററാണ്. പോസ്റ്റർ കണ്ടിട്ട് നല്ല രസമായിട്ട് തന്നെയാണ് തോന്നുന്നത്. ദിലീപിനെ മാത്രം ഇതിൽ കാണിച്ചിട്ടുള്ളൂ, ഒരു ജീപ്പും കാണിച്ചിട്ടുണ്ട്. ആ ജീപ്പിൻ്റെ മുകളിലാണ് ആൾ കയറിയിരിക്കുന്നത്. ജീപ്പിനെ കുറിച്ചിട്ടുള്ള സംഭവം പിന്നെ കിട്ടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ വേറെ നല്ല ഗില്ലി എന്ന് പറഞ്ഞ തലവതി വിജയുടെ പടത്തിൽ ഉപയോഗിച്ചിരുന്ന അതേ നമ്പർ തന്നെയാണ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്, TN 5900 എന്നുള്ളത്. ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കാൻ ബബ്ബയുടെ ഇതിൻ്റെ കൂടിയിട്ടുള്ള ഒരു ഫോട്ടോ. പിന്നെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ഫേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മമ്മൂട്ടിയുടെ പടം ജനുവരി 23 റിലീസിനെത്തുള്ള റൂമർ കേട്ടിരുന്നു. അതിപ്പോൾ എന്തായാലും കൺഫേം ചെയ്തിരിക്കുകയാണ്. ജനുവരി 23 പടം റിലീസാവും. അതും കിടന്നുറങ്ങണമെന്നത് 12 മണിക്ക് ഒരു അപ്ഡേറ്റ് വരുമെന്ന് പറഞ്ഞിരുന്നു. അതിനാണ് ഈ സംഭവം. എന്തായാലും പോസ്റ്റർ ഇതാണ്, നല്ല പോസ്റ്റർ ആയിട്ടാണ് തോന്നിയത്. പിന്നെ ജനുവരിയിൽ റിലീസ് ചെയ്യാൻ പോകുന്ന മലയാള പടത്തിനെ കുറിച്ചിട്ടൊരു സ്പെഷ്യൽ വീഡിയോ ഞാൻ ഇടാവുന്നതാണ് ടൈം കിട്ടുമ്പോൾ. എന്തായാലും ഇന്ന് തന്നെ ഇടാൻ ശ്രമിക്കാം. പിന്നെ ഈ വീഡിയോ കുറച്ച് ലെങ്ത് കൂടിയിട്ടുണ്ടാവും, കാരണം കുറേ ഹാപ്പി ന്യൂ ഇയർ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതായിരുന്നു. ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.